ലോകത്ത് നമുക്ക് ചില മനുഷ്യന്മാർ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രേരണയാകുന്നതെന്നല്ല. ചില തണലിലേക്ക് നമുക്ക് കയറി തന്നു കഴിഞ്ഞാൽ ആ തണൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാവും. അത്തരൊരു തണലാണ് സത്യത്തിൽ എം.ടി. സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു ഏകദേശം ഒരു 10-35 വർഷത്തിന് മീതെയായിട്ട് അദ്ദേഹവുമായിട്ട് അടുപ്പം, 35 ശരിക്കും പറഞ്ഞാൽ 90 മുതൽ എന്ന് തന്നെ പറയേണ്ടി വരും. 90 ഞാനൊരു ആകാശത്തിലെ പറവുകൾ എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ സീരിയൽ കൈരളി ചാനലിന് വേണ്ടി ചെയ്തിരുന്നു. അത് ചെയ്ത സമയം മുതൽ അത് കണ്ട ഒരാളാണ്. കാരണം അത് പാറപ്പുറത്തിൻ്റെ നോവല് ഇവരത് ചലച്ചിത്രമാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്ന ഒരു സിനിമയാക്കാൻ വേണ്ടി ആലോചിച്ചിരുന്ന ഒരു നോവൽ കൂടിയാട്ടോ. അപ്പം ഞാനത് ടെലിവിഷനിൽ വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തപ്പോൾ മുതൽ സാറിനോട് സംസാരിക്കും, സാറ് കാണുകയും തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. പിന്നീട് ഞങ്ങൾ വെറുതെ കൈരളി ചാനലിന് വേണ്ടി തന്നെ അറബിപ്പൊന്ന് അല്ലെങ്കിൽ അസുരവത്തി ഇതിലേതെങ്കിലും ഒരെണ്ണം ടെലിവിഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലം മുതൽ എം.ടി. സാറ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ അർത്ഥത്തിലും കൈപിടിച്ച് ഒരു മനുഷ്യനെ നടത്തി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എൻ്റെ കഥകൾ അച്ചടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ആ സമയങ്ങളിലും മുമ്പ് സാറുണ്ടായിരുന്ന സമയത്ത് ഒരു കഥ മാത്രം പിന്നെ ഗൃഹലക്ഷ്മിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ വന്നില്ല, മാതൃഭൂമി പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ്. അപ്പം അപ്പോഴൊക്കെ നമ്മൾ കഥകൾ വായിച്ചിട്ട് ഞാൻ ആദ്യത്തെ പുസ്തകം കൊണ്ട് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇതിൽ പല കഥകളും ഞാൻ വായിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് അടുപ്പമുണ്ടാകുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അത് ചെയ്യരുത്, അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയാൻ തരത്തിലുണ്ടായിരുന്നു. ഞാൻ തലപ്പാവ് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും സാറിനെ കൊണ്ടുപോയി കാണിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർഷം അതായത് നവംബർ മാസത്തിൽ തുഞ്ചൻ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ തുഞ്ചൻ കലോത്സവം ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുകയും ഞാൻ ഞെട്ടലോടുകൂടിയാണ് ആ വേദിയിലൊക്കെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ഇടങ്ങളിൽ എം.ടി. വാസുദേവൻ നായരെന്നൊരു മഹാവൃക്ഷം എനിക്ക് തണലായിട്ട് നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസം ചാർജ് എടുത്തപ്പോഴും ഞങ്ങളൊരു ടെലിവിഷൻ സീരിയലിനെ കുറിച്ച് ആലോചിച്ച സമയത്ത് കാണുകയും കണ്ടിട്ട് തിരിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യണം, പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിക്കണം, അതുപോലെ എന്ന് പറയുന്ന രീതിയിൽ വന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ കൊണ്ടുപോകണം. ചെയ്തു വെച്ച വർക്കുകളെല്ലാം എന്നും മലയാളി ഉള്ളിടത്തോളം കാലം എം.ടിയുടെ വാക്കുകൾ അനശ്വരമായിരിക്കും, എം.ടിയുടെ വാക്കുറങ്ങാതിരിക്കും എന്നുള്ളത് തന്നെയാണ് മലയാളിക്ക് എം.ടിയെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്.